Hello everyone. ഇന്ന് നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത സിഗ്നലിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നിങ്ങൾ ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ CROയിൽ വ്യൂ ചെയ്യുന്ന സിഗ്നൽസ് എല്ലാം ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷനിലാണ് നിങ്ങൾ കാണുന്നത്. അതിൽ എക്സ് ആക്സിസ് ടൈം ഡൊമെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ടൈം അല്ലേ മാർക്ക് ചെയ്യാറ്, വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഒബ്സർവിങ് ആൻ AM സിഗ്നൽ ഓൺ ഓസിലോസ്കോപ്പ് യു സീ ഓൺലി ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ഓഫ് ദി കരിയർ വിത്ത് റെസ്പെക്ട് ടു ടൈം. നിങ്ങളൊരു CROയിൽ അല്ലെങ്കിൽ ഒരു DSOയിൽ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് മാത്രമാണ് കാണാൻ കഴിയുക. ടൈമിനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ടൈമിലും വരുന്ന ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് കാണാൻ കഴിയും. ഇനി ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ഫ്രീക്വൻസി ഈസ് റെഫേർഡ് ആസ് ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിൻ സ്പെക്ട്രം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിനകത്ത് നിങ്ങൾ എക്സ് ആക്സിൽ എടുക്കുന്നത് ഫ്രീക്വൻസി ആയിരിക്കും, വൈ ആക്സിൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഫ്രീക്വൻസി സ്പെക്ട്രം കാണാൻ വേണ്ടിയിട്ട് സ്പെക്ട്രം അനലൈസർ ആണ് യൂസ് ചെയ്യുക. എ സ്പെക്ട്രം അനലൈസർ ഈസ് യൂസ് ടു ഡിസ്പ്ലേ ഫ്രീക്വൻസി ഡൊമെയിൻ ആസ് എ സിഗ്നൽ. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ആണെങ്കിൽ സ്പെക്ട്രം അനലൈസർ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ AM സിഗ്നലിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ച പ്രൊഡക്റ്റ് മോഡുലേറ്റർ കാണാം. ഇത് ഒരു ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കരിയർ സിഗ്നൽ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ഡബിൾ സൈഡ് ബാൻഡ് എന്നുള്ളത് നമുക്ക് കുറച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ടായിരിക്കും, ഒരു കരിയർ സിഗ്നൽ ഉണ്ടായിരിക്കും. രണ്ടും ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു AM സിഗ്നലായിരിക്കും. ആ AM സിഗ്നലിൽ രണ്ട് ടേമുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VC + VM sin 2πfmt ഇൻറ്റു സൈൻ 2πfct. ഇതിൽ ഈ ഒരു ടേമാണ് ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് വന്നത്. അതായത് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡായ VCനൊപ്പം നിങ്ങൾ മെസ്സേജ് സിഗ്നലും കൂടി ആഡ് ചെയ്ത് വന്നു. അതാണ് നമ്മുടെ AM സിഗ്നൽ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഇക്വേഷനിൽ VMനെ ഇനി റീപ്ലേസ് ചെയ്തിട്ട് എഴുതുകയാണ്. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ടേമിൽ ഈ ഇക്വേഷനെ മാറ്റുകയാണ്. നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് M അല്ലേ എന്താണെന്നുള്ളത് പഠിച്ചിരുന്നു. VM/VC ആണ്. അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എമ്മിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ VM = MVC എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നേരത്തെ തന്ന ഇക്വേഷൻ നമ്മൾ VM റീപ്ലേസ് ചെയ്ത് MVC എന്ന് എഴുതി. അതിനുശേഷം ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം VC ആണ്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു. ഇതിൽ ഫസ്റ്റ് ടേം കോൺസ്റ്റൻ്റ് ആണ്. ഇത് നമ്മുടെ സാധാരണ അൺമോഡുലേറ്റഡ് കാരിയർ സിഗ്നലാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ആ ഒരു ഇക്വേഷനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് VC 2πfct-നെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. VC 2πfct എന്നുള്ളത് കോൺസ്റ്റൻ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് ടേമുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുക. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 3 ടേമുകളാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അൺമോഡുലേറ്റഡ് കരിയർ സിഗ്നലാണ്. VC 2πfct എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ കരിയർ സിഗ്നലായിട്ട് യൂസ് ചെയ്ത അതേ സിഗ്നൽ തന്നെയാണ്. പിന്നെ വരുന്നതാണ് 2 സൈഡ് ബാൻഡ്സ് എന്നാണ് ഇതിനെ പറയുക. FC + FM എന്ന് പറയുന്ന ഒരു ബാൻഡും ഒരു ടേമും. അതെന്ന് പറഞ്ഞാൽ
ഇവിടെ ഫ്രീക്വൻസി കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിനേക്കാളും ഹൈ ഫ്രീക്വൻസിയാണ്. കാരണം അവിടെ മെസ്സേജിൻ്റെ ഫ്രീക്വൻസിയും കൂടി ആ ടേമിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയും അപ്പർ സൈഡ് ബാൻഡ് സിഗ്നൽ എന്ന് പറയും. ഇവിടെ അതിൻ്റെ വോൾട്ടേജ് MVC/2 ആണ്. വേറൊരു ടേമും കൂടി ഉണ്ട്. സെയിം ടേം തന്നെയാണ്, മിറർ ഇമേജ് പോലെയാണ് ഇത് ഉണ്ടാവുക. ഇവിടെ പക്ഷേ കരിയർ ഫ്രീക്വൻസീൻ്റെ കുറച്ചൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. FC-FM ആണ് ഇവിടെ ഫ്രീക്വൻസി വരുന്നത്. ഇതിന് നമ്മൾ പറയാം ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്നാണ്. കാരണം ഇവിടെ ഫ്രീക്വൻസി FCനേക്കാളും ലോ ഫ്രീക്വൻസിയാണ്. മെസ്സേജിൻ്റെ ഫ്രീക്വൻസി ഈ കരിയർ സിഗ്നലിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി കമ്പോണൻസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഫ്രീക്വൻസി കമ്പോണൻ്റാണ് ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൽ വരുന്നത്. ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രീക്വൻസി കൂടി ഓരോ ടേമിൻ്റെയും നോക്കുകയാണെങ്കിൽ 3 ടേമുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അൺമോഡുലേറ്റഡ് കരിയർ ഫ്രീക്വൻസി, പിന്നെ വരുന്നത് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയും ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയുമാണ്. അതായത് കരിയർ ഫ്രീക്വൻസിനേക്കാളും കൂടിയ ഫ്രീക്വൻസി ഉള്ള ഒരു ടേമും കരിയർ ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള ഒരു ടേമും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മെസ്സേജ് സിഗ്നൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഓഡിയോ സിഗ്നലാണെന്ന് വിചാരിക്കുക, വോയിസ് സിഗ്നൽ. അപ്പോൾ അതിനകത്ത് പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളായിരിക്കും. ചിലപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ പറയും, ചിലപ്പോൾ ഒന്ന് ലോ ഫ്രീക്വൻസി കുറച്ച് പറയും. അപ്പോൾ പല വേരിയേഷൻസ് മെസ്സേജിൽ തന്നെ വരുന്നുണ്ട്. ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമല്ല വേരിയേഷൻസ് വരുന്നത്, ഫ്രീക്വൻസിയിലും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻസിനനുസരിച്ചിട്ടാണ് ഇവിടെ സൈഡ് ബാൻഡ്സുകൾ വരുന്നത്. അപ്പോൾ സൈഡ് ബാൻഡ് അപ്പോൾ ആ ഒരു കരിയർ ഫ്രീക്വൻസിനേക്കാളും കൂടിയിട്ടായിരിക്കാം ചിലപ്പോൾ വരിക, ചിലപ്പോൾ കരിയർ ഫ്രീക്വൻസിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ടും വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 3 ടേമുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഇക്വേഷൻ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി മോഡുലേഷൻ പ്രോസസ്. ഫസ്റ്റ് ടേമിൽ നമുക്കറിയാം എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി മോഡുലേഷൻ പ്രോസസ് അല്ലേ, ഫസ്റ്റ് ടേമിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി frequency, side band frequencies depend upon the both the carrier amplitude and the modulation index. ഫസ്റ്റ് ടേമിൽ നമ്മൾ വരുന്നത് ഒരു അൺമോഡുലേറ്റഡ് കരിയർ സിഗ്നലാണ്. അപ്പോൾ അതിനകത്ത് മോഡുലേഷൻ പ്രോസസ്സ് ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കരിയർ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി മോഡുലേഷൻ പ്രോസസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിയും ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അൺമോഡുലേറ്റഡ് കരിയർ തന്നെയാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഒരു എഫക്റ്റും മോഡുലേഷൻ വഴി നമുക്ക് വന്നിട്ടില്ല. പിന്നെ വരുന്ന സൈഡ് ബാൻഡ്സ്, പിന്നെ വരുന്ന ടേമിലാണ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു കരിയർ സിഗ്നലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബോത്ത് കരിയർ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. ആക്ച്വലി ഈ ഒരു സൈഡ് ബാൻഡ്സിലാണ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കരിയർ സിഗ്നലാണ്, അതിനകത്ത് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ ടേമായ MVC/2 അതിലായിരിക്കും ആ മോഡുലേഷൻ്റെ ചേഞ്ചസ് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുക. പിന്നെ 100% മോഡുലേഷൻ ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് ആർ ഈക്വൽ ടു ദി 1/2 ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ മോഡുലേഷൻ്റെ ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സും കൂടി. അപ്പോൾ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ /2 ഹാഫ് ആയിരിക്കും സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് AM/AM. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം X ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് എടുത്തിരിക്കുന്നത്, Y ആക്സിസിൽ അതായത് നമ്മളിവിടെ കാണുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പോയിന്റിൽ നമുക്ക് FC എന്നുള്ള ഫ്രീക്വൻസി കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ കരിയർ ഫ്രീക്വൻസി എന്ന് വിചാരിക്കാം, FC. അപ്പോൾ ഇത് 1 MHz അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് VC ആയിട്ട് കിട്ടി, ഒരു കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് VC എങ്കിൽ നമുക്കതിനെ ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ടേം AM സിഗ്നലിന് 3 ടേമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺമോഡുലേറ്റഡ് കരിയർ സിഗ്നലാണ്.
അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ എഫ് സി എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ വി സി എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ടേമുകൾ ബാക്കിയുണ്ട്. അതിൽ നോക്കിയാൽ അടുത്ത ടേമിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എഫ് സി പ്ലസ് എഫ് എം നോക്കാം. അപ്പോൾ എഫ് സി പ്ലസ് എഫ് എം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എഫ് സിനേക്കാളും ഗ്രേറ്റർ ആണ് ആ ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് വരിക. അതിന് നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് എന്നാണ് പറയുക. അപ്പർ സൈഡിലേക്കാണ് കരിയർ സിഗ്നലിൻ്റെ അപ്പർ സൈഡിലേക്കാണ് ആ ഫ്രീക്വൻസി വരിക. അപ്പോൾ അതിന് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, VC/2 ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണെന്ന് വിചാരിക്കാം. അതായത് 100% മോഡുലേഷൻ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ പകുതിയായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്താൽ എന്തായിരിക്കും, VC/2 ആണ് സൈഡ് ബാൻഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരിക. അപ്പോൾ MVC/2 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ ടേം എഫ് സി മൈനസ് എഫ് എം, അതിന് നമ്മൾ ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയും. എഫ് സിന്ന് -C ആണ് മെസ്സേജിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ എന്തായാലും എഫ് സിക്ക് താഴെയായിട്ടായിരിക്കും ആ ഒരു ഫ്രീക്വൻസി വരിക. അപ്പോൾ നമ്മളിവിടെ ആ പോയിന്റ് എടുത്തു. ഒരേ എമൗണ്ടിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലാണ് അത് വരിക. നമുക്ക് ഇവിടെ നോക്കിയാൽ കഴിയും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് MVC/2 തന്നെയാണ്. അപ്പോൾ രണ്ടും ഐഡൻറ്റിക്കലാണ്. മിറർ ഇമേജ് പോലെയാണ് ഈ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2FM ആണ്. നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, അപ്പർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FC + FM മൈനസ് FC - FM. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2FM എന്ന് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പോൾ ഒരു AM സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2FM ആയിരിക്കും. FM എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് ഒന്നുകൂടെ പോകാം. സൈഡ് ബാൻഡ്സ് ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ എല്ലാ ആക്സിസും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ Y ആക്സിസ്, ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്. ഇനി Z ആക്സിസ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫ്രീക്വൻസിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് AM സിഗ്നൽ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൽ എത്ര കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടുത്തെ എൻവലപ്പ് നോക്കിയാൽ കാണാൻ കഴിയുന്നത് എന്തായിരിക്കും, നമ്മുടെ മെസ്സേജ് സിഗ്നലാണ് എൻവലപ്പിൽ വരുന്നത്. മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വളരെ ലോ ആണ്, ആംപ്ലിറ്റ്യൂഡും വലിയ ഹൈ ആംപ്ലിറ്റ്യൂഡ് അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അപ്പോൾ ഇനി നമുക്ക് കരിയർ സിഗ്നൽ ഇവിടെ ഗ്രീൻ കളറിൽ കാണാൻ കഴിയും. അപ്പോൾ അതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് കരിയർ സിഗ്നൽ. അപ്പോൾ അതിന് നമ്മൾ എഫ് സി എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ കരിയർ സിഗ്നൽ എടുത്തിരിക്കുന്നത്. മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ലോ, ഇതാണ് ഫ്രീക്വൻസി ആക്സിസ്. മെസ്സേജിൻ്റെ ഫ്രീക്വൻസി ഇവിടെയാണ്, ഇത്രയും ലോ ആണ്. അതിനേക്കാൾ ഹൈ ആയിട്ടുള്ളൊരു പോയിന്റിലുള്ള ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്തു. ആ ഫ്രീക്വൻസി സിഗ്നലാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് VC ആണ്. അതിന് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. ഇത് നമ്മൾ ഫ്രീക്വൻസി എന്നുള്ള ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്നതാണ്. ഇത് നമ്മുടെ ഫ്രീക്വൻസിയാണ് കേട്ടോ. മുകളിലേക്കുള്ള ആക്സിസാണ് ആംപ്ലിറ്റ്യൂഡ് Y ഡയറക്ഷനിലുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഫ്രീക്വൻസി ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് നമുക്കൊരു ഗ്രീൻ കളറിൽ ഇവിടെ കാണാം, VC കാണാൻ കഴിയും. ഇനി ഈ ഒരു ഫ്രീക്വൻസി നമ്മുടെ കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. ഈ ഒരു ഫ്രീക്വൻസിക്ക് താഴോട്ടും മുകളിലേക്കും നമുക്ക് മെസ്സേജ് ഉണ്ടായിരിക്കാം. കാരണം മെസ്സേജ് സിഗ്നലിൽ വേരിയേഷൻസ് വരുന്നുണ്ട് ഫ്രീക്വൻസിക്ക്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം മെസ്സേജ് സിഗ്നലിൻ്റെ മെസ്സേജ് സിഗ്നൽ ഈ ഒരു കരിയർ സിഗ്നലിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് മൈനസ് ചെയ്ത് വരാം. അങ്ങനെയാണ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കുക. മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയർ ഫ്രീക്വൻസീൻ്റെ കൂടെ മെസ്സേജ് സിഗ്നലും കൂടി ആഡ് ചെയ്ത് വരുന്ന ഫ്രീക്വൻസി, അതാണ് അപ്പർ ഫ്രീക്വൻസി. ലോവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജിൻ്റെ ഫ്രീക്വൻസി ഇതിന്ന് മൈനസ് ചെയ്ത് പോകുന്ന ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു 2 ടേമുകൾ കൂടി നമുക്ക് ഇവിടെ പോയിന്റുകൾ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി കുറച്ച് ലോ ആണ്.
FC മൈനസ് FM അല്ല, അപ്പോൾ ഇത് തൊട്ട് താഴെ വരുന്ന സിഗ്നലാണ്, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. ഇങ്ങോട്ട് പോയ FC പ്ലസ് FM ആണ്, അതായത് ഈ FCനേക്കാളും ഫ്രീക്വൻസി കൂടിയ സിഗ്നൽസാണ് ഇവിടെ വരിക. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഐഡൻറ്റിക്കലാണ്, ഒരേപോലെ തന്നെയാണ് വരിക. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ കളറിലും ഓറഞ്ച് കളറിലും കാണാൻ കിട്ടും. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം. അപ്പോൾ ഈ ഒരു AM സിഗ്നലിൽ നമുക്ക് ഈ ഒരു 3 ടേമുകളാണുള്ളത്. ഒന്ന് നമ്മുടെ അൺമോഡുലേറ്റഡ് കാരിയർ സിഗ്നൽ, പിന്നെ നമ്മുടെ മെസ്സേജ് ക്യാരി ചെയ്യുന്ന 2 അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും. അപ്പോൾ നമ്മളതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നമ്മളതിൻ്റെ ഒരു 3D സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആ സിഗ്നൽസ് ഉണ്ടാവുക. ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അതിൽ ഫ്രീക്വൻസിയിൽ വരുന്ന ചേഞ്ചസും കൂടി നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ വ്യൂ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് AM വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ട ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഇതാണ്. ഈ ഒരു സിഗ്നൽ വരച്ച് ഈ ഒരു ടേമുകളെല്ലാം ഇവിടെ എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് AM വേവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.